ഹലോ, എല്ലാവർക്കും എൻ്റെ ആദ്യ അക്വേറിയം വ്ളോഗിലേക്ക് സ്വാഗതം. ഈ വ്ളോഗ് ക്യാമറ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ അക്വേറിയം ഫുൾ വ്യൂ വരുന്ന വിധത്തിൽ ഒറ്റൊരു സെറ്റപ്പിലാണ് കാണിക്കുന്നത്. ഇത് അക്വേറിയത്തിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള വ്യൂ, ഒരു ആദ്യത്തെ വ്ളോഗ് എന്ന നിലയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. അക്വേറിയത്തിലെ എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ചേഞ്ച് പറ്റുന്നത്. ഫസ്റ്റ് ടൈമാണ് അക്വേറിയം സെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അറിയത്തില്ല. പല സ്ഥലത്തുനിന്നും പല വീഡിയോസൊക്കെ കണ്ടിട്ട് കിട്ടുന്ന നോളജ് വെച്ചിട്ടൊക്കെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെ സജഷൻസും എല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ വീഡിയോയെക്കുറിച്ചും എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് വരുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ അക്വേറിയം ഒരു 126 ലിറ്റർ അക്വേറിയമാണ്. ഇത് കൂടുതലും ഞാൻ ഒരു സിമ്പിൾ എന്നിപ്പോൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തുടങ്ങിയ സമയത്ത് കുറച്ചും കൂടി സിമ്പിളായിരുന്നു. പക്ഷേ ഒരു പ്ലാന്റഡ് കമ്മ്യൂണിറ്റി അക്വേറിയം എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു തുടങ്ങിയത്. എനിക്ക് പ്ലാന്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ഗ്രീനറി ആണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഡെക്കറേഷൻസ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഡെക്കറേഷൻ ടൈപ്പ് സാധനങ്ങളൊന്നുമില്ല. പ്ലാസ്റ്റിക് മിനിമമാണ്. ട്യൂബിങ്സ് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ലെവൽ സാധനങ്ങളല്ലാതെ വേറെ പ്രത്യേകിച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ടായിട്ട് വേറെ പ്ലാസ്റ്റിക്കോ ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് വുഡ്സും സ്റ്റോൺസ്, പിന്നെ മെയിനായിട്ട് പ്ലാന്റ് നിങ്ങൾ കാണാൻ പറ്റുമല്ലോ, പ്ലാന്റുകളാണ് ഉള്ളത്. അതുപോലെ ഒരുപാട് വലിയ ഫിഷുകളൊന്നുമില്ല. ഒരു കമ്മ്യൂണിറ്റി ടാങ്ക് എന്ന നിലയിൽ കുറച്ച് ചെറിയ ഫിഷുകളും ഒക്കെയാണ് ഉള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിനകത്തൊരു ബെറ്റയുണ്ട്, നമ്മൾ ഫൈറ്റർ ഫിഷ്, അതിനിപ്പോൾ എവിടെ ഒളിച്ചിരിക്കുവാണ്. പിന്നെ ഉള്ളത് എന്താണ്, എക്സ്റ്റേണൽ ഫിൽറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബെറ്റ വന്നിട്ടുണ്ട്, പേര് വിളിച്ചപ്പോൾ ഇവിടെ നിന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ ഈ പ്ലാന്റഡ് ഫിഷ് ആയതുകൊണ്ട് ഒരുപാട് ഹൈഡിങ് സ്പേസുകൾ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് കൊഞ്ചുകളുണ്ട്, കുഞ്ഞ് ഷ്രിമ്പ് ഉണ്ട്, അതിന് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് വീഡിയോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണും ചെയ്യുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് മുന്നോട്ട് പോകാനുള്ളത്. അതുപോലെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്താണ് എനിക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അറിയേണ്ടതെന്നും കമൻ്റായിട്ട് പറഞ്ഞാൽ ഞാനൊക്കെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്.